കേരളത്തിൻ്റെ തനതായ അനുഷ്ഠാന കലകളിൽ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഒന്നാണ് മുടിയേറ്റ്. ദാരികൻ എന്ന അസുരൻ്റെ അന്ത്യമാണ് ഈ കലാരൂപത്തിലെ പ്രധാന പ്രമേയം. ഒരിക്കൽ ദാരികൻ, ദാനവേന്ദ്രൻ എന്നീ രണ്ട് അസുര സഹോദരന്മാർ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് വലിയൊരു വരം നേടി. പുരുഷന്മാരാലോ ആയുധങ്ങളാലോ തങ്ങൾ കൊല്ലപ്പെടരുത് എന്നതായിരുന്നു ആ വരം. വരം കിട്ടിയതോടെ അവർ ദേവലോകവും ഭൂമിയും അടക്കി ഭരിക്കാൻ തുടങ്ങി. അഹങ്കാരം മൂത്ത ദാരികൻ മുനിമാരെ ഉപദ്രവിക്കുകയും യജ്ഞങ്ങൾ തടസ്സപ്പെടുത്തുകയും ചെയ്തു. സങ്കടത്തിലായ ദേവന്മാർ പരമശിവനെ അഭയം പ്രാപിച്ചു. പുരുഷന്മാർക്ക് തന്നെ കൊല്ലാൻ കഴിയില്ലെന്ന ദാരികന്റെ അഹങ്കാരത്തിന് മറുപടിയായി ശിവൻ തൻ്റെ തൃക്കണ്ണിൽ നിന്നും അതിശക്തിയായ ഭദ്രകാളിയെ സൃഷ്ടിച്ചു. അസുരനെ നിഗ്രഹിക്കാൻ ശിവൻ ഭദ്രകാളിയോട് ഉത്തരവിട്ടു. കാളി ദാരികനെ യുദ്ധത്തിന് വിളിച്ചു. ഈ സമയം നാരദമുനി ദാരികന്റെ കൊട്ടാരത്തിലെത്തി കാളിയുടെ വരവിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പക്ഷേ ഒരു പെണ്ണിന് തന്നെ എന്ത് ചെയ്യാൻ കഴിയും എന്നായിരുന്നു ദാരികന്റെ പരിഹാസം. കാളിയും ദാരികനും തമ്മിൽ ഘോരമായ യുദ്ധം നടന്നു. കാളിയെ സഹായിക്കാൻ ശിവന്റെ ഭൂതഗണങ്ങളും കൂളി എന്ന കഥാപാത്രവും കൂടെയുണ്ടായിരുന്നു. യുദ്ധത്തിനൊടുവിൽ കാളി ദാരികനെ കീഴടക്കി അവന്റെ ശിരസ് അറുത്തെടുത്തു. മുടിയേറ്റിൽ ഈ രംഗം വളരെ വികാരനിർഭരമായാണ് അവതരിപ്പിക്കുന്നത്. അറുത്തെടുത്ത ദാരികന്റെ ശിരസുമായി കാളി ശിവന്റെ അടുത്തേക്ക് വരുന്നതോടെയാണ് മുടിയേറ്റ് എന്ന പേര് അന്വർത്ഥമാകുന്നത്. യുദ്ധം ചെയ്യിച്ചിട്ടും കോപമടങ്ങാത്ത കാളിയെ ശാന്തയാക്കാൻ ശിവൻ വഴിയരികിൽ കിടന്നുവെന്നും കാളി അറിയാതെ ശിവന്റെ പുറത്ത് ചവിട്ടിയപ്പോൾ ലജ്ജിതയായി ശാന്തയായി എന്നുമാണ് ഐതിഹ്യം. മുടിയേറ്റിനും പടയണിക്കും മുന്നോടിയായി നടത്തുന്ന വളരെ മനോഹരമായ ഒരു കലയാണ് കളംപാട്ട്. ക്ഷേത്രമുറ്റത്തോ മണ്ഡപത്തിനോ ചുവർ ചിത്രകലയുടെ എല്ലാ സൗന്ദര്യത്തോടും കൂടി പ്രകൃതിദത്തമായ നിറക്കൂട്ടുകൾ ഉപയോഗിച്ച് ദേവതാരൂപങ്ങൾ വരയ്ക്കുകയും അവയെ പാടി സ്തുതിക്കുകയും ചെയ്യുന്ന ചടങ്ങാണ് കളംപാട്ട്. ഇതൊരു വലിയ ചിത്രരചനയാണ്. അതാണ് കളമെഴുത്ത്. സ്കെച്ചുകളോ അളവുകോലുകളോ ഇല്ലാതെ തികച്ചും കൈപുണ്യം കൊണ്ട് മാത്രമാണ് ഇത് പൂർത്തിയാക്കുന്നത്. 5 പ്രകൃതിദത്ത നിറങ്ങളാണ് അഥവാ പഞ്ചവർണ്ണങ്ങളാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. വെള്ള അരിപ്പൊടി, കറുപ്പ് ഉമി കരിച്ചെഴുത്ത പൊടി, മഞ്ഞ മഞ്ഞൾപ്പൊടി, പച്ച വാഗമരത്തിൻ്റെയോ മഞ്ചാടിയുടെയോ ഇല ഉണക്കി പൊടിച്ചത്, ചുവപ്പ് മഞ്ഞളും ചുണ്ണാമ്പും കലർത്തിയത്. ഭദ്രകാളി, അയ്യപ്പൻ, വേട്ടക്കുരുമകൻ തുടങ്ങിയ ദേവതകളെയാണ് സാധാരണയായി വരയ്ക്കാറുള്ളത്. കാളിക്കളങ്ങളിൽ ദേവിയുടെ രൗദ്രരൂപമാണ് വരയ്ക്കുക. കളം പൂർത്തിയായ ശേഷം നന്ദ്യാർണി അല്ലെങ്കിൽ മരപ്പാണി പോലുള്ള വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടുകൂടി ദേവിയുടെ സ്തുതികൾ പാടുന്നു. ദേവിയുടെ ജനനം മുതൽ ദാരികവധം വരെയുള്ള കഥകളാണ് പാട്ടുകളായി അവതരിപ്പിക്കുന്നത്. ഇതിനെയാണ് കളം പാട്ട് എന്ന് വിളിക്കുന്നത്. പൂജകൾക്കും പാട്ടിനും ശേഷം ഈ ചിത്രം മായ്ക്കുന്ന ചടങ്ങുണ്ട്. വെളിച്ചപ്പാട് അഥവാ കോമരം വാളെടുത്തു തുള്ളി കളം മായ്ക്കുന്നതോടെ ചടങ്ങുകൾ അവസാനിക്കുന്നു. കളം മായ്ക്കുമ്പോൾ ലഭിക്കുന്ന പൊടി പ്രസാദമായി ഭക്തർക്ക് വിതരണം ചെയ്യാറുണ്ട്. മുടിയേറ്റിലെ ഏറ്റവും രസകരവും എന്നാൽ അല്പം ഭയാനകവുമായ കഥാപാത്രമാണ് കൂളി. പരമശിവന്റെ ഭൂതഗണങ്ങളിൽ ഒരാളായാണ് കൂളിയെ കണക്കാക്കുന്നത്. യുദ്ധക്കളത്തിൽ ഭദ്രകാളിയെ സഹായിക്കാൻ ശിവൻ അയക്കുന്ന സഹായിയാണ് കൂളി. കവുങ്ങിൻ പാള കൊണ്ട് നിർമ്മിച്ച വിചിത്രമായ കിരീടവും വേഷവുമാണ് കൂളിയുടേത്. ശരീരമാസകലം കരിയും മഞ്ഞളും പൂശിയിരിക്കും. വയർ ചാടി നിൽക്കുന്ന രീതിയിലുള്ള വേഷവിധാനമാണ് കൂളിക്ക് നൽകുന്നത്. യുദ്ധക്കളത്തിലെ ഒരു ഭീകര ജീവിയാണെങ്കിലും കൂളിയുടെ ചലനങ്ങൾ തമാശ നിറഞ്ഞതാണ്. യുദ്ധത്തിൽ മരിച്ചു വീഴുന്ന അസുരന്മാരുടെ ശവങ്ങൾ തിന്നാൻ കൂളിക്ക് വലിയ ആവേശമാണ്. യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോഴാണ് കൂളി രംഗത്തെത്തുന്നത്. യുദ്ധക്കളത്തിൽ വീണുകിടക്കുന്നവരുടെ വയറ് കീറി കുടൽമാല പുറത്തെടുക്കുന്നതും ചോര കുടിക്കുന്നതുമാണ് കൂളി അനുകരിക്കുന്നത്. മുടിയേറ്റ് കാണാൻ നിൽക്കുന്ന കുട്ടികളെ പേടിപ്പിക്കുകയും ആളുകളോട് തമാശ രൂപേണ സംസാരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് കൂളി എല്ലാവർക്കും പ്രിയപ്പെട്ടവരാണ്. ഭദ്രകാളിയുടെ രൗദ്രരൂപം കണ്ട് ഭയന്നിരിക്കുന്ന കാണികളെ ചിരിപ്പിക്കാനും നാടകത്തിന്റെ പിരിമുറക്കം കുറയ്ക്കാനും കൂളി എന്ന കഥാപാത്രം സഹായിക്കുന്നു. ദാരികവധത്തിന് ശേഷം കാളിയുടെ കോപം ശമിപ്പിക്കാൻ കൂളിയുടെ വിക്രിയകൾ സഹായിക്കുന്നുണ്ടെന്നാണ് ഐതിഹ്യം.